and I'd choose you. In 100 lifetimes I'd choose you. In 100 worlds I'd find you, and I'd say I do for the rest of my life. With all that I have, I do, and I will. When the sky is falling, I promise you I'm all in, no turning back. And every day, every moment, every breath you take, I choose you. This is more than just a wedding. This is etched into eternity. With our union, we will move mountains. We will live on our knees, 'cause he'd choose us. In 100 lifetimes he'd choose us. In 100 worlds he'd find us, and we'd say we do for the rest of our lives. With all that we have, we do, and we will. When the sky turns black and he comes back riding on the clouds, every day and every moment, every breath we take, we choose you. Look into my eyes, dear. Look into my eyes, dear. 'Cause this is where it starts. Yes, this is where it starts. I'll give you my whole heart for my whole life. I'll give you my whole heart for my whole പാടിടുന്നേ ദേവാസന്നമോടെ സ്തുതി പാടിടുന്നേ. ആദ്യമൊന്നും തന്നെ ആമീൻ. തന്റെ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നിരിക്കുന്നവന് വാഴ്ത്തപ്പെടാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുപ്പെട്ടവനെ ഞങ്ങൾ തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുപ്പെട്ടവനെ ഞങ്ങൾ തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുപ്പെട്ടവനെ ഞങ്ങൾ തന്നെ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്ത രാജാവേ നിനക്ക് സ്തുതി പാർക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഇതുപോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രശംസിക്കരുതേ. ശിക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ഉള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവിലൂടെ ശ്രീവാഴ്ചപ്പെട്ടവനാകുന്നു. വാഴ്ചപ്പെടാനാകുന്നു. വേണ്ടി അളകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ ദൈവമേ, കർണിവനായ കർത്താവേ, ഒരുക്കിയിരിക്കുന്ന സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്മനമേ യഹോവയെ സ്തുതിക്കാം. എൻ്റെ സർവാന്തരംഗവുമേ ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ ഭവനത്തിനും നിന്റെ മക്കൾക്കുമായി ഒരുക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭവനത്തെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകം കർത്താവെ, വിവാഹ ജീവിതത്തിലേക്ക് ഒരുങ്ങി പുറപ്പെടുന്ന നിന്റെ മകളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകപ്രകാരം അടിയങ്ങളുടെ തീരുമാനങ്ങൾ ശുഭകരമായും നന്മയായും നിന്റെ സന്നിധിയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവോട് നിലയാക്കണമേ. പ്രിയ മകളെയും അവൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മകനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കേണ്ടുന്ന എല്ലാ വിവാഹ ഉദാശകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറവുകളില്ലാതെ അനുഗ്രഹകരമായി നിറവടിയായി പൂർത്തീകരിക്കുവാനും ദൈവസന്നിധിയിൽ അനുഗ്രഹകരമായി കുടുംബജീവിതത്തിന് ധന്യതയിലേക്ക് നിന്റെ മക്കൾക്ക് പ്രവേശിപ്പാനും തക്കവണ്ണം ദൈവമായ കർത്താവെ അവിടെ നിലയാക്കണമേ. മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ വളർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരുണയുള്ള കരങ്ങളാൽ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. തുറന്ന് നിന്റെ മക്കളുടെ ഭാവി കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് അവിടെ നിലയാക്കണമേ. ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സ്നേഹിതരും സഹോദരങ്ങളുമായി ഇന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ആയുസ്സും ആരോഗ്യവും ബലവും ദൈവം നമ്പുരാൻ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയസ്ലീബ നിന്റെ മക്കൾ കാവലായിരിക്കണമേ. ഈ യാത്രയിൽ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. യഥാസമയം ചെന്നു ചേരുവാനും തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ അനുഗ്രഹകരമായി ഉദാശകൾ പൂർത്തീകരിപ്പാനും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കാനാവിലെ കല്യാണ വീട്ടിൽ എഴുന്നള്ളി വസിച്ച് സകല കുറവുകളും പരിഹരിച്ച് അവരെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ മക്കളെയും അടിയങ്ങളെയും ദൈവികമായ കൃപകൾ കൊണ്ട് നിറപ്പാനും ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനും ദൈവമായ കർത്താവ് ഇടയാക്കണമേ. വാങ്ങിപ്പോയ ആത്മാക്കളെ അബ്രഹാമി വഴിയിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ കാത്തുകൊള്ളണമേ. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും നിന്റെ മക്കൾക്ക് കാവലായിരിക്കാൻ തക്കവണ്ണം ഇടയാകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിന്റെ കൃപകളും വാഴ്ചകളും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകുവാനായി തുടർന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളോടും ശുശ്രൂഷകളോടും തരവണ എല്ലാ പ്രിയ മക്കളോടും ഇരുകുടുംബങ്ങളോടും ഇപ്പോഴും എന്ന് തന്നെ ഉണ്ടായിരിക്കുവാനാകട്ടെ. ആമേൻ. And I'll say I do for the rest of my life. With all that I have, I do. And I will. When the sky is falling, I promise you I'm all in. No turning back. Tonight
പരിശുദ്ധൻ 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 സ്ത്രീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നതേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നതേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അനുഗ്രഹം ചെയ്യണമേ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ചെയ്യപ്പെടുമാറാകണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് കൂടെ മുഖാന്തരവും ഉണ്ടാകുവാൻ ക്ഷയമായ സന്തോഷത്തെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും എല്ലാവരും ആനന്ദിക്കുമാറാകണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിൻ്റെയും ആദ്യം തന്നെ പ്രീതിപ്പെട്ടിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാൻ ദൈവമേ, എൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും എൻ്റെ വാത്സല്യവാന്മാരുടെ ഗണത്തിലും ചേർന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോസോ വബുകൂല സുബ്ഹാനൽ വൽമീൻ. നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. എൻ്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ വെളിപ്പാക്കണമേ. എന്റെ പാപങ്ങളെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ നിന്റെ തിരുമുമ്പിലെ കളികളേറെ നിന്റെ ഹലോ, നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികളിലേക്ക് തിരികെയും ചെയ്യും. മനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വിരുദാത്മുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ നീതികളുടെ ഹോമബലികളെ ഇഷ്ടപ്പെടും. അപ്പോൾ ദൈവമേ പാർക്കുമോ. വാസികളെ സന്തോഷിപ്പിച്ചോ. കരുണാതെ സദയം ോഗിരവരുടെ തിരുസഭയെ വേട്ടപ്പോ പരിപാവന തനുതിരങ്ങൾ നാളവളം മോതിരമതിനാൽ കൊലയേതും രക്ഷിതയാ. അതുപോൽ പാപവിമോചനമേ
ഭാഗ്യമോ روح قديشا പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല എന്നതയും സദാ ഇപ്പോൾ ഇവിടെവിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. വിജാതീയാപുത്രിയെ സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നിന്റെ വിജയരിക്കത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിജയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലിഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിനും വാഴ്വിന്റെ ആയ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിൽ ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളൊക്കെയിലും പുതിയ ബഹുമാനമാരാധന യോഗ്യമാകുന്നു. ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളെ ഉറവിയുമായി ദൈവമേ, അനശ്വരമായ വെടിപ്പുള്ള മോരോധനം അനാദ്യന്തമായ നിലയിൽ
എല്ലാവിധ കക്ഷകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ ആ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നന്ദിയാകുന്നു. നിന്റെ ആ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദേവോടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് വെറുതെ വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ആ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് പിടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ പിതാവെ ആശ്രയിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മണവാട്ടിയും ജ്ഞാന സമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നമ്മളെ ചതകളിൽ അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും ജീവിതത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലകന്മാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോട് ഇവരെ നീ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിനു മുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകുന്ന ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും മാറാകണമേ. പാറിക്കുന്നു കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ടുകാലങ്ങൾ വന്നേക്കുന്ന മാറാട്ടെ. പരിപാവന സഭയിൽ ആഹ്വാനം ഭരണം ശ്രീമോ സുവിശേഷം സംരക്ഷിക്കുമോ വിജയം സമ്പാദിച്ചു കല്ലും കവിതയും ഉത്തമയാ
പാവന സഭയ സ്തുതിഗീതീർത്തിക്കുന്നു വ്രതനിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, ദൈവത്തിനു മുമ്പാകെ നിൽക്കുന്ന പല രാജ്യങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹം നിശ്ചയപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. തന്റെ കരുണയാലും വിപുലമായ കൃപയാലും നിങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും സഹായിക്കും സ്തുതി. സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പ്രാവിന്റെയും മുത്തുന്റെയും ജീവന്റെ സുഹായുടെ നാമത്തിലെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വെളുത്തുകൈ കരുണയോടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ അനുഗ്രഹപൂർണമായ വെളുത്തുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നപോലെ വന്യപിതാവിന്റെ ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും ഇവരെത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവം വളർച്ചയ്ക്കുതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതിയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സ്ത്രീയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാൻ ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും
അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീവായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. പാവന സമചം ചെയ്യുന്നു ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീഭാരാവും പോലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്മാരുടെ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സമയത്ത് ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരുന്നു. ബിസ്കപ്പന്മാരെ, റംബാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയ വധൂവരന്മാരെ, അവർക്കും സ്നേഹമാണ്. വാഴ്ത്തപ്പെട്ട മോതിരങ്ങളുടെ സ്വീകരണത്തോടു കൂടി വിവാഹ ഉദാശയുടെ ഒന്നാമത്തെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനി നടക്കുന്നത് കിരീടം വാഴേണ്ട ശുശ്രൂഷയാണെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. ഈ രണ്ട് ഭാഗങ്ങളാണ് ഈ കൂദാശയിലുള്ളത്. ഈ കൂദാശയിൽ ഒരു പ്രത്യേകത പ്രധാനമായിട്ടുള്ളത് കുർബാനയിലോ മാമോദീസ കൂദാശയിലോ ഒക്കെയുള്ള രഹസ്യ പ്രാർത്ഥനകളൊന്നുമില്ല, എല്ലാം പരസ്യ പ്രാർത്ഥനകളാണ്. പിതാക്കന്മാർ എന്താണ് അത് എഴുതിയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. മറ്റേ വീട്ടിൽ രഹസ്യ പ്രാർത്ഥനയുണ്ട്, അത് ചൊല്ലും, അത് നിങ്ങളാരും കേൾക്കത്തില്ല. ഇതെല്ലാവരും കേൾക്കത്തക്കവണ്ണം രഹസ്യ പ്രാർത്ഥനകളല്ല, പരസ്യ പ്രാർത്ഥനകളെല്ലാം. ഒരു കാര്യം മാത്രം ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ. നമ്മുടെ കൂദാശകൾക്കെല്ലാം ഒരു വലിയ ആത്മീയ തലത്തിലൊരു അർത്ഥമുണ്ട്, ആഴമായ അർത്ഥമുണ്ട് എല്ലാത്തിലും. അത് മാമോദീസായാലും മൊറോൻ അഭിഷേകമായാലും വിശുദ്ധ കുർബാന ആയാലും പട്ടത്വമായാലും എല്ലാം. അപ്പോൾ അതുപോലെ വിവാഹത്തിലും ഒരു വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. അപ്രത്യക്ഷമായ കൃപ പ്രത്യക്ഷമായ കർമ്മത്തിൽ കൂടി ലഭിക്കുന്നത് ഒരു വാചകത്തിലുള്ള അതിൻ്റെ ഒരു ഡെഫിനിഷനാണ്, ഒരു നിർവചനമാണ്. ഉദാശകളെല്ലാം അപ്രത്യക്ഷമായ കൃപ പ്രത്യക്ഷമായ കർമ്മത്തിൽ കൂടി. പ്രത്യക്ഷമായ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വിവാഹത്തിൽ പ്രത്യേക വസ്ത്രമുണ്ട്, ആഭരണമുണ്ട്, ഇതിലെല്ലാം സിമ്പിൾസ് പോലെ. അതിപ്പോൾ മോതിരമുണ്ട്, ഇനി കിരീടം വാഴ്ത്തി കൊടുക്കും. അത് കുരിശാണ്. ഒരു വലിയ അടയാളമായിട്ടാണ് ഇവർക്കത് കൊടുക്കുന്നതെന്ന്. മോതിരം വാഴ്ത്തി കൊടുത്ത് കഴിഞ്ഞ് അപ്പം അതിനകത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്, പക്ഷേ എപ്പോഴും പറയാനുള്ള അവസരമില്ല. നമ്മുടെ പിതാക്കന്മാർ ഈ പ്രാർത്ഥന എഴുതിയപ്പോൾ വേദപുസ്തകം അടിസ്ഥാനമായി ഓരോന്നും ഈ കുടുംബജീവിതത്തിന് യോജിച്ചതെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ പിന്നെ പുതിയ നിയമം വരെ അങ്ങ് എല്ലാ പുസ്തകത്തിലുമുള്ള
ഈ മക്കൾക്ക് കൊടുക്കാതെ, അതായത് ഒരു കുടുംബം രൂപീകരിക്കുമ്പോൾ എത്രയും ആത്മീയത അതിന് കൊടുക്കാമോ അത്രയും കൊടുത്തിട്ട് ആ പാട്ടുകൾ, പ്രാർത്ഥനകളെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനിയും വരുന്ന ഒരു ശുശ്രൂഷയിൽ ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ പിതാവായ ആദാമും ഹവ്വായും, പിന്നെ സാറായും അബ്രഹാമും, ഇസ്ഹാക്കും റിബേക്കായും ഓരോരുത്തരുടെയും പേര് ഇവരെ കിരീടം വാഴുന്ന സമയത്ത് അനുഗ്രഹിക്കുന്നു. അത് പിതാക്കന്മാരുടെ അതിനെക്കുറിച്ചുള്ള ബോധ്യവും അതിനെക്കുറിച്ചുള്ള അവരുടെ പ്രത്യേകമായ വേദപുസ്തക പരിജ്ഞാനവും ചേർത്താണ് ഈ ക്രമമെല്ലാം എഴുതിയിരിക്കുന്നത്. പണ്ട് സുറിയാനിയിലാണ് മുഴുവൻ, ഇന്നിപ്പോൾ മലയാളത്തിലെല്ലാം കിടന്നു, ഗദ്യവും പദ്യവും എല്ലാം. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ വലിയ സൗകര്യമുണ്ടല്ലോ, എല്ലാം റെക്കോർഡ് ചെയ്യാൻ സൗകര്യം. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. വിവാഹം കഴിച്ചാൽ ഒത്തിരി പേര് ഇവിടെ കാണും. ഇവരിന്ന് വിവാഹം കഴിക്കുകയാണ്, കഴിക്കാനുള്ള ചെറുപ്പക്കാർ കാണും. എല്ലാവരും മനസ്സിലാക്കേണ്ടതും ഒന്നുകൂടെ അറിയുവാൻ വേണ്ടിയിട്ട് ഈ ക്രമത്തിൽ ഈ പിതാക്കന്മാർ എത്രമാത്രം ഇതിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ്. ഒരു കുടുംബ ജീവിതത്തിൽ കർത്താവ് കൽപ്പിച്ചതാണ്, യഹോവയായ ദൈവം അനുഗ്രഹിച്ച ഉദാശയാണ്, എല്ലാം കൊണ്ടും തലമുറകളോളം ഇതിങ്ങനെ നിലനിർത്തുന്നുള്ളതാണ്. അത് വേദപുസ്തക അടിസ്ഥാനമാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അനിയും ഇതിനകത്ത് എന്നും സാധാരണ ഓർമ്മിപ്പിക്കുന്ന വാചകം വീണ്ടും ഓർമ്മിക്കുകയാണ്. അതിലൊരു കാര്യം മാത്രം ഇപ്പോൾ പറയും. ഇസ്ഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാദിച്ചേറ്റ് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരം കണ്ട് പൂർണ്ണരാക്കണം എന്നൊരു വാചകമുണ്ടായിരുന്നു. ഒത്തിരി വാചകമുണ്ട്. അച്ഛൻ വായിച്ചപ്പോഴേ അതിനകത്ത് ഓരോന്നിനെയും കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ റെക്കോർഡിനകത്ത് കേൾക്കുമ്പോൾ എന്താണ് ഈ പിതാക്കന്മാർ ഇങ്ങനെ എഴുതിയെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 10-60 വർഷമായി. അന്ന് വലിയ കൂദാശ നടത്തുന്നുണ്ട്. ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല ഇതിൻ്റെ അർത്ഥമൊന്നും. സെമിനാരിലൊക്കെ പഠിച്ചതായിരുന്നു, പക്ഷേ ഇങ്ങനെ ഓരോ ആലോകം പഠിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ. കർമ്മങ്ങളൊക്കെ ചൊല്ലാനൊക്കെ പഠിപ്പിക്കും. ഇതിൻ്റെ ആഴമായ അർത്ഥം ഒരിക്കലും ഞാൻ നമ്മുടെ വട്ടക്കുന്നലെ ബാവാ തിരുമേനിയോടും പൗലോസ് മാ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊക്കെ ചോദിച്ചു. എന്തോ തിരുമേനി ഈ അതായത് യോഹന്നാൻ സേവരിയോസ് യോഹന്നാൻ സേവരിയോസ് തിരുമേനിയോടൊക്കെ ചോദിച്ചു, എന്തായി പിതാക്കന്മാർ ഇങ്ങനെ എഴുതാൻ കഴിയുന്നു? ഇസ്ഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹം ചെയ്ത് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ സ്വർണം കൊണ്ട് പൂർണ്ണമാക്കണമെന്നല്ല അവർ എഴുതിയതെന്നുള്ളത്. നമ്മളായിരുന്നു അത് എഴുതിയത്. ഇവരെ ഒത്തിരി സ്വർണം കൂടെ കൊടുത്ത് ഇവരെ പൂർണ്ണരാക്കണം. പക്ഷെ സ്വർണം കൊടുത്താലും പൂർണ്ണരാകത്തില്ല. പഴയ നിയമത്തിലെ സ്വർണം ഉപയോഗിച്ചതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ഇവരെ പൂർണ്ണരാക്കേണ്ടത് നീതിയാകുന്ന മോതിരം കൊണ്ടാണെന്ന്. എന്തോ നീതിയാകുന്ന മോതിരം? അതൊരു സൽസ്വഭാവമാണ്. അതുകൊണ്ട് മോതിരം പണിയാവുന്ന പിതാക്കന്മാർ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമുക്കതറിയത്തില്ല. നമുക്ക് ഇനി വേണേൽ ചെമ്പുകൊണ്ട് പണിയാം, ഇരുമ്പുകൊണ്ട് പണിയാം, പിച്ചറുകൊണ്ടും ഒക്കെ പണിയാം. സ്വർണം കൊണ്ട് പണിയുന്ന അറിയാം, എല്ലാവരും ഉപയോഗിക്കുന്നു. പക്ഷേ ഈ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു നീതിയാകുന്ന മോതിരം കൊണ്ട് മോതിരം പണിയണം, അത് ഇടണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവർക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളതാണ് പറയാൻ ഞാൻ വന്നത്. ഈ മോതിരം സ്വർണ്ണ മോതിരം ഇട്ടുകൊടുത്തുകൊണ്ട് ഇവർക്ക് അതിന് കാണാൻ പാടില്ലാത്ത ഒരു മോതിരം ഉണ്ട്. ആ നീതിയാകുന്ന മോതിരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുണ്ടോ ഇല്ലയോ എന്ന് വിവാഹം കഴിച്ചാൽ നോക്കണം. അതിപ്പോൾ കയ്യിലുണ്ട്. മറ്റേത് കാണും, ചിലപ്പോൾ ഇത് പോയി കാണും. അയ്യോ പോയാൽ വലിയ സങ്കടമാണ്. നീതിയാകുന്ന മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. എന്തുവാണ് അതിൻ്റെ അർത്ഥം? ഭർത്താവ് ഭാര്യയോട് നീതിയുള്ളവനായിരിക്കണം, ഭാര്യ ഭർത്താവിനോട് നീതി ഉള്ളവളായിരിക്കണം. അതാണ് നീതിയാകുന്ന മോതിരം. അത് നഷ്ടപ്പെടാൻ പാടില്ല. ഈ മോതിരമാണ് ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ആശയം. അതാണ്. പിന്നെ വേറെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. കൊച്ചുവാചകം. ഇവർക്ക് ഇനിയും വിവാഹമൊക്കെ കഴിഞ്ഞു, വീട് വേണം, കാറ് വേണം, വസ്തു വേണം, സ്വത്ത് വേണം, പൊന്ന് വേണം, ഒത്തിരി വേണ്ടി വരും. പക്ഷെ ഇതൊന്നും പിതാക്കന്മാർ ഇതിനകത്ത് എഴുതിയിട്ടില്ല. കുഴപ്പമുള്ള വസ്തു വേണമെന്നോ പുതിയ കാറ് വേണമെന്നോ ഒത്തിരിയോട് സ്വർണം വേണമെന്നൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: സൽക്രിയകളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. അത് നോക്കിയാൽ
അവരെത്രയോ ആഴമായിട്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നന്മകൾ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, ഒരു കുടുംബത്തിലെ നാഥനും നായിക എന്നുള്ള നിലയിൽ നന്മ ചെയ്യാൻ ഇവർക്ക് നല്ല കഴിവ് കൊടുക്കണം. സൽക്രിയകളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നുള്ളൂ. അടുത്തതിനെയും കുരിശുകളുടെ കഴുത്തിൽ തലയിൽ ആഘോഷിച്ച് കഴുത്തിലിട്ട് കൊടുക്കും. കുരിശ് നമ്മളെല്ലാവരും അണിയുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവര് കുരിശുമാല ഇവരുടെ തലയിൽ ആഘോഷിച്ച് കഴുത്തിൽ ഇട്ട് കൊടുക്കും. എല്ലാവരും ഞങ്ങളും കുരിശൊക്കെ എഴുതുന്നുണ്ട്. കഴുത്തിലൊരു കുരിശ്, കയ്യിൽ വലിയ കുരിശ്, തലയിൽ 13 കുരിശ്, ഞങ്ങൾ 10-15 കുരിശുണ്ട്. അപ്പോൾ ഈ കുരിശ് അണിയുന്ന നമ്മളാണ് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണ് അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ കുരിശാണ് നമ്മൾ അണിയുന്നത്. കർത്താവിൻ്റെ കുരിശിൻ്റെ അർത്ഥം 2 വാക്കുകളിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2 വാക്കുകളിൽ നിന്ന് ഒതുങ്ങുന്നതല്ല. അത് സ്നേഹവും ത്യാഗവും, ഈ 2 കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ട്. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് മോഡൽ, അതാണ് മാതൃക. നമ്മൾ മനുഷ്യരെ കൊണ്ട് നോക്കുന്നതല്ല. അപ്പം ആ മാതൃക മനസ്സിലാക്കി അന്യോന്യം സ്നേഹം എത്രയും കൂടുതൽ ഉണ്ടായിരിക്കണം. അന്യോന്യം അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടാണ് ത്യാഗം ഉണ്ടായിരിക്കണം. സ്നേഹവും ത്യാഗവും സ്നേഹവും കൊണ്ട് ഇവർ നിറയണമെന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ. അല്ലെങ്കിൽ വിജയിക്കത്തില്ല. കർത്താവ് നമ്മളെ എത്രയും സ്നേഹിച്ചോ അത് ആ മാതൃകയിൽ സ്നേഹിക്കണം. കർത്താവ് എന്തെല്ലാം ത്യാഗം സഹിച്ചോ അതുപോലെ തന്നെ ത്യാഗം സഹിക്കേണ്ടി വരുന്ന ജീവിതമാണ് കുടുംബം. അതും ആ കണ്ണൊക്കെ വളരെ അർത്ഥപൂർണ്ണമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആ കുരിശ് വരയിൽ ആഘോഷിച്ച് കഴുത്തലുണ്ട്. എപ്പം കുരിശ് കാണുമ്പോൾ ഇത് ഓർക്കണമെന്നുള്ളതാണ്. മൂന്നാമത് പറയാനുള്ളത്, ഇവര് ഈ ശുശ്രൂഷയുടെ ഒടുവിൽ വലത് കൈയോട് ചേർത്ത് കൊടുക്കും. മണവാളൻ്റെ വലത് കൈ മണവാട്ടിയുടെ വലത് കൈയോട് ചേർത്ത് കൊടുക്കും. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലം ഏൽപ്പിക്കുന്നു. സഭയുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അങ്ങനെ കാർമ്മികര്, ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലം ഏൽപ്പിക്കുന്നു. 2ാമത്തെ വാചകം, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നമുക്കിപ്പോൾ പറയാം, കൗൺസിലിംഗ് ഇല്ലാതെ ഇപ്പം നടക്കത്തില്ല. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. കൗമാ ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി കേൾപ്പിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ അപ്പുറം വലിയ കൗൺസിലിംഗാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്. ഇപ്പോൾ വയസ്സന്മാർക്കും കൊച്ചു പിള്ളേർക്കും ആ കൗൺസിലിംഗ് കൂടുതൽ വേണ്ടി. ഒത്തിരി കൗൺസിലിംഗ് ഉണ്ട്, സെൻറ്റേഴ്സ് ഒത്തിരി ഉണ്ട്. പോട്ടെ, അതൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവാണ് ഏറ്റവും വലിയ കൗൺസിലർ. കർത്താവിനോട് ചോദിച്ച് ഓരോ ദിവസവും ആരംഭിക്കുക, ഓരോ ദിവസവും അവസാനിക്കുക. അങ്ങനെ കർത്താവ്, ഞങ്ങൾ അവിടുത്തെ ആലോചന ആഗ്രഹിക്കുന്നു. ഏതെല്ലാം കാര്യം, ഏത് പ്രശ്നമായാലും കർത്താവിനോട് ആലോചന ചോദിച്ച് നിങ്ങൾ വരിക. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലം ഏൽപ്പിക്കും. ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. വേറെ ആരും വേണ്ട. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പിന്മാറും. കർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ്. പിന്നെ പേടിക്കണ്ട. അങ്ങനെ നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം സന്തോഷപൂർണ്ണവും ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അനശ്വരമായ വിരുന്നിന് വഴിയില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ എൻ്റെ നിത്യമായ സന്തോഷങ്ങളെ ഞങ്ങളെ ക്ഷണിക്കണമേ. കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഈ ദാസരെ വാഴ്ത്തൽ
പ്രഭു കൃപയാ പ്രഭു കൃപയാ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം പ്രഭു കൃപയാ വാഴ്ത്തിയ ദൈവം പ്രഭു കൃപയാ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഏകദാസരെ നിന്റെ നിലവരങ്ങളുടെ ശ്രദ്ധ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കണമേ. അവിടുത്തെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്കുമോർ ഹോസോ അബ്ദുൽ സുബ്ഹാൻ ലഹുൽ മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും കൃപയും വീഴ്ചയും മാഞ്ഞോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴോടോടേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്ക് നിലനിൽക്കുന്നവരും സ്വയംഭവും മാലാകമാർ തന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന അനാദിന്ത വചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെയും സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്ന സകലവും അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലവത്വത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ സോഴിക്ക് ദിവസമൊക്കെയിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലവന്യാവുമോ
സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിവേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ ദീർഘമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുടെ പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകാൽ ഇവിടെ സന്നിധരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഒത്തവരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ നിന്ന് ചലിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിന് ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തിരുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപവർണ്ണമുള്ളവരും വിദൂരസ്ഥരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ നാശത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വബുക്കുല സുബാലവൽ മീൻ ബാറക്കുമോ.